പറവിളിയൊന്നുമില്ല. എന്റെ നാട് കരുവല്ലോ ഓർത്തു കേൾക്കുന്നില്ല. ആവട്ടെ, എൻ്റെ നാളുകാരൻ അഭിമാനം തന്നെയല്ലേ അല്ലേ? ഈ ദേശം ഉദ്ധേയമായിട്ട് എഴുക്കുളം വാഴും അല്ലേ? എഴുക്കുളം ശാസ്താവും മണ്ഡല പുതകന്മാരും അഭിമാന പ്രഭു, ഐശ്വര്യ പ്രഭു, അഭിമാന പ്രഭുരപ്പ അല്ലേ? വേട്ടക്കാളിയും അത് ഫ്രീയായിട്ട് കിഴക്കേ വീട്ടിൽ ചാമുട്ടിയും പടിഞ്ഞാറ്റിൽ വാഴ്ന്നിരിക്കുന്ന മാതാവും ഗൃഹദൈവമായിട്ട് പന്നിക്കുളത്ത് മാതാവും എൻ്റെ വിശ്വപരണ്ട സാരാറും അല്ലേ? രക്തേശ്വരി അല്ലേ? രക്തബീജാസുരയുടെ വധിക്കുവാനായിട്ട് രക്തേശ്വരിയായിട്ട് രക്തചാമുണ്ടിയായിട്ട് നിലനിൽക്കുന്നതായ ദേവിയുമുണ്ടല്ലോ അല്ലേ? ആവട്ടെ, ആയതുകൊണ്ടോ സൗഖ്യമാണോ നാളുകാരണം വലിയ ദേവനെ കണ്ടു. എങ്ങനെ കണ്ടു അല്ലേ? മനസ്സിനകത്ത് ഭക്തി എന്നിരിക്കുന്ന മഹാമന്ത്രം ഉച്ചരിച്ച് പോരുന്നുണ്ടല്ലേ? ആവട്ടെ എൻ്റെ ദേവാ അല്ലേ? എന്നും കൂടെ വഴി നിന്നിട്ട് അല്ലേ? ശരീരവിഭേദമായിട്ട് ഏതൊരു അവസ്ഥയെങ്കിലും രക്ഷയായിട്ട് നിലനിൽക്കണമെന്നിരിക്കുന്നതായ ഭക്തി ആവട്ടെ കേട്ടോ. നാലുകാറുമ്പിലൂടെ അനേകം മൊഴികളെ വേണ്ടല്ലോ അല്ലേ? കാലത്തെ അല്ലേ ചെറുതാകുന്നതായ സൂര്യൻ അസ്തമിച്ചു അല്ലേ? ചന്ദ്രദേവൻ്റെതായ ഉദയമായി ആയതുകൊണ്ട് ചെറുതാകുന്ന മൊഴികളെ ചൊല്ലിക്കഴിച്ചിട്ട് എൻ്റെ ഗ്രന്ഥാലയം കെട്ട് അഴിച്ചു വായിച്ച് കേൾപ്പിച്ചിട്ട് വന്നിരിക്കുന്നതായ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിരിക്കുന്ന മൊഴികളെ കൊടുക്കാം. ആവട്ടെ, ആയതുകൊണ്ട് നാലുകാലം വിളിപ്പോൾ അല്ലേ എൻ്റെ ആടൂർ നായന്മാരെന്നിരിക്കുന്ന സമക്ഷമുഖേതമായിട്ട് ഏവരോടും തന്നെ കണ്ടോ എൻ പേര് ചൊല്ലി വിളിച്ചില്ല, എന്നോട് മുഖം ചേർന്നില്ല എന്നിരിക്കുന്ന മനക്ലേശം വേണ്ട. അങ്ങനെ അല്ല അഹംപാടിമാരുണ്ടോ കൈയെടുത്തിട്ട്? ഇല്ല അല്ല. ആവട്ടെ, 12 അങ്ങനെ ഇടങ്ക വലങ്ക 96 നഗര അങ്ങനെ 8 ദിവന്മാരെ 6 ക്രിയകളിരിക്കുന്ന അഭിമാനവും അങ്ങനെ എന്നോടും തന്നെ ആയതുകൊണ്ട് അല്ലേ ആളുകാരൻ വേണ്ടി മുട്ടേ അല്ലേ? അനേക കാലം എത്ര കാലങ്ങളായി എൻ്റെതായിരിക്കുന്നതായ കഥകളെല്ലാം കേട്ടിട്ട് അനേക കാലങ്ങളായി അല്ലേ? വത്സരങ്ങൾ തികഞ്ഞു വല്ലോ. ആയതുകൊണ്ടോ അല്ലേ പറഞ്ഞു കേൾപ്പിക്കട്ടോ ദേവൻ അല്ലേ? അതിൽ അക്ഷര പിശക്കുണ്ടോ, അതിലെ മഷിക്കുത്ത് മാന്യമായിട്ടുണ്ടോ നോക്കണമല്ലോ ദേവൻ. ആവട്ടെ, ആയതുകൊണ്ടോ അന്നോ സൂര്യൻ കിഴക്കുതിച്ചിട്ട് അല്ലേ പടിഞ്ഞാറെ അസ്തമിച്ചു പോകുന്നതായ കാലവേളയെങ്കിൽ അന്ന് കുന്തങ്കറുപടി കഥയോടുകൂടി അല്ലേ അന്ന് അട്ടഹാസത്തെ മുഴുക്കിക്കൊണ്ട് ഇങ്ങനെ അട്ടഹാസത്തെ മുഴുക്കിക്കൊണ്ട് അന്ന് അല്ലേ ഞങ്ങൾ 101 ഗുളികന്മാര് കാളാവ് കോട്ട, ഗുലാബി കോട്ട, കുഞ്ഞിക്കണ്ടി കോട്ട അങ്ങനെ പല പല കോട്ടകൾ ഉദ്യോഗയെടുത്തു. അന്ന് ബ്രഹ്മാവിൻ്റെതായിരിക്കുന്നതായ അഗ്നികോട്ട ഉദ്യോഗയെടുത്തു. അന്ന് ബ്രഹ്മാവിൻ്റെ അഗ്നികോട്ട ഉദ്യോഗയെടുത്തു. അന്ന് ബ്രഹ്മാവിനോട് ചെയ്തു ആരാധ അഗ്നികോട്ട ഉദ്യോഗയെടുത്തത് എന്റെ ബ്രഹ്മാവേ ഞങ്ങൾ തന്നെ 101 കുടിക്കാൻ എന്തിനു വേണ്ടിയിട്ടാത്? ഭൂമി ലോകത്തെങ്കിൽ നരമുതന്മാർ വർദ്ധിച്ചിട്ടുണ്ട്. അവരുടെ ചോര നീരൂറ്റി കുടിക്കണം. ഒന്നിരിക്കുന്നതായ കാലവേളെങ്കിൽ 2 കൊല്ലുവാനും 2 ജനിക്കുന്നതായ കാലവേളെങ്കിലോ 4 കൊല്ലുവാനും ഒരിക്കൽ കൊല്ലുവാനും തിന്നുവാനുമുള്ള വരങ്ങളെ വേണം. അന്ന് തന്നുവാ വരങ്ങളെ തന്നിനാർക്ക് അല്ലേ അറിയാമല്ലോ നിങ്ങൾക്ക് അല്ലേ? മാനുഷികന്മാരെന്നിരിക്കുന്ന അനുഭവങ്ങള് ഭൂമി ലോകത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് അല്ലേ മറ്റൊരു വരങ്ങളെ തന്നു. മുക്കാൽ പോകുന്ന വഴിക്ക് 1 കണ്ടം വരം കത്തിച്ചതുണ്ടാകും അല്ലേ? കടൽ പോലെ ശങ്കരിഷും കുന്നോളം മലരും കരിങ്കോഴി മാസവും ഇരുത്താൻ തീരുമെന്നും ഇടം കയ്യിൽ 2 മണിയെന്നും വലം കയ്യിൽ തൃശ്ശൂലമെന്നും ഇരുകയിൽ അഗ്നിയെന്നും അല്ലേ? കാലപാഷം കാലദണ്ഡ് കാല തൃശ്ശൂലം അങ്ങനെ പലതാകുന്നതായ ആയുധങ്ങളെയൊക്കെ തന്ന് അന്ന് ഭൂമി ലോകത്തെങ്കിൽ പോകുന്നതായ വേളയെങ്കിൽ അല്ലേ കണ്ടുമുട്ടിക്കോ ഗുളികന്മാരെ എന്നിരിക്കുന്ന മൊഴികളെ ഞങ്ങൾക്ക് തന്നു. അന്ന് ഭൂമി ലോകത്തെങ്കിൽ തുള്ളിപ്പുറപ്പെട്ടു. അന്നോ എനിക്ക് ആധാരമായിട്ട് അടൂർദേവൻ, മധുദേവൻ, കാവുദേവൻ, ഗജാവൃദേവനും നിരവിശ്വാസം മറ്റുപാടി ഉമ്മാണിക്കന്മാണി പടുകുളത്ത് ഭൂതങ്ങളും അങ്ങനെ കാസർഗോഡുകൾ മല്ലീശ്വരനും ഗോപാലകൃഷ്ണനും പാലക്കുന്നവരും അല്ലെ മടിയൻ ക്ഷേത്രപാലകരും ശേഷം അല്ലെ എൻ്റെ മഹാകാശരാമദേവനെയും കണ്ടുവരക്കം ചെയ്ത പ്രഭാതവരികളും ശേഷമോ ഈലശർവായും തളീലപ്പനും കാവിൽ ഭഗവതിയും മടിക്കാധാരമായിട്ട് മടിക്കേങ്കടവതാരയും അങ്ങനെ
ശക്തി നിറഞ്ഞിരിക്കുന്ന ദൈവാധീനങ്ങളുടേതായ മുന്നിൽ അന്ന് വണക്കം ചെയ്തു പോരുന്ന വേളയെങ്കിൽ ഈ തലക്കൂർ ആധാരമായിട്ടോ അല്ലേ പൊന്നുപോലെ കാത്തു നിൽക്കുന്നതായ ഒരു ദൈവാധീനങ്ങളുണ്ട് ഈ തലക്കൂർ ആധാരമായിട്ടല്ലേ. ഇരുക്കുളും ശാസ്താവും പൊന്നിന് പകരം തന്നെയല്ലേ അല്ലേ. വന്മല ഭൂതക്കന്മാരും അഭിമാനപ്രഭുവും ഐശ്വര്യപ്രഭുവും അഭിമാനപ്രഭുവും നമ്മ വേട്ടക്കാളയും കിഴക്കേ വീട്ടിൽ ചാമുണ്ടിയും വിശ്വബ്രഹ്മധാരാറും അല്ലേ. അതിനുപരിയായിട്ട് എൻ്റെ പന്നിക്കുളത്ത് മാതാവും പടിഞ്ഞാറ്റയിലെ നിന്നിരിക്കുന്ന അനുഭവത്തെങ്കിൽ എൻ്റെ ധാരാറും അല്ലേ. അങ്ങനെ നിന്നിരിക്കുന്ന അനുഭവത്തെങ്കിൽ തന്നെ ആവട്ടെ. ആയതുകൊണ്ടോ അനേക മൊഴികളില്ല അല്ലേ. വന്നിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് വേടുന്നിരിക്കുന്നതായ മൊഴികളെ ചൊല്ലി പ്രസാദത്തെ കൊടുത്തു വരുത്താൻ ആത്മം കൊടുക്കുന്നത്. ഓ